ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും സന്തോഷവും എല്ലാം നിറഞ്ഞ ഈ വിഷുദിനത്തിൽ ഏവർക്കും ഞങ്ങളുടെ വിഷുദിന ആശംസകൾ. അപ്പോൾ ഇന്ന് രാവിലെ പൊന്നൂസിൻ്റെ ഈ വിഷുക്കണി ഒരുക്കിയ എല്ലാ വീഡിയോയും ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ വിഷുദിനത്തിൽ നിങ്ങളോടൊപ്പം ഒരു തട്ടുകൂട്ട് പായസം പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്ന എല്ലാവർക്കും അറിയാവുന്നതാണ്. ഞാൻ വിഷുദിനത്തിൽ ഒരു പാൽപ്പായസം ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഈ വീഡിയോ കാണുന്നതോടൊപ്പം തന്നെ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും എല്ലാം വേണം. അപ്പോൾ നമുക്ക് ഒരു പായസം അങ്ങ് വെക്കാം ഇന്ന്. അപ്പോൾ ഞാൻ പായസം വെക്കാനായിട്ട് ദാണ്ട് പാത്രം വെച്ച് അതിൽ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അത് തിളയ്ക്കുമ്പോഴത്തേക്ക് ദാണ്ട് ഞാൻ ഉണക്കലരിയാണ് എടുത്തിരിക്കുന്നത്, 2 ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് കഴുകി റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ഈ വെള്ളം ഒന്ന് അടച്ച് വെക്കാം നമുക്ക്. എന്നിട്ട് അതൊന്ന് തിളയ്ക്കുമ്പോൾ നമുക്ക് അരി ഇട്ട് കൊടുക്കാം. വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്ക് ഈ അരി അങ്ങ് ഇട്ട് കൊടുക്കാം. ഈ പായസം വെക്കാനൊക്കെ എല്ലാവർക്കും അറിയാം. പിന്നെ ഇന്ന് വിഷുദിനം ആയതുകൊണ്ട് പൊന്നൂസിന് പായസമാകുമ്പോൾ ഞാൻ ശർക്കര പായസം വെക്കാമെന്ന് പറഞ്ഞിരുന്നത്. അപ്പോൾ അവൾക്ക് ശ്രീകൃഷ്ണന് പാൽപ്പായസം വലിയ ഇഷ്ടം. അവൾക്ക് പാൽപ്പായസം മതി എന്ന് പറഞ്ഞ് ഒറ്റ നിർബന്ധം പിടിച്ച്. എന്നാൽ പിന്നെ പാൽപ്പായസം ആവട്ടെ എന്ന് വിചാരിച്ച്. എനിക്കറിയാവുന്ന രീതിയിലാണ് ഞാൻ വെക്കുന്നത്. ഇനി ഇത് അടച്ച് വെച്ച് നമുക്ക് നന്നായിട്ടൊന്ന് വെന്തിട്ട് പാലൊക്കെ ചേർത്ത് റെഡിയാക്കാം. നമ്മുടെ പായസത്തിൻ്റെ അരിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പം ഒരുപാട് അങ്ങ് വെന്തങ്ങ് പോയിട്ടല്ല നമ്മൾ പാലൊഴിക്കുന്നത്. അപ്പോൾ ഒരു പരുവത്തിനുള്ള വേവായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പാലങ്ങ് ഒഴിച്ചു കൊടുക്കാവേ. നല്ല കട്ടിയുള്ള പാലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. കുറച്ച് നമുക്ക് മാറ്റി വെച്ചേക്കാം. ഇനി ഈ പാലൊന്ന് നന്നായിട്ട് തിളച്ച് വരുമ്പോഴേ പഞ്ചസാര ഇട്ട് ബാക്കി അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയൊക്കെ ഒന്ന് വറുത്ത് കോരിയിട്ട് പായസം റെഡി. പൊന്നൂനെ പറ്റിക്കാനുള്ള പായസം റെഡി ആയിട്ടുണ്ട്. ഇവിടെ നമ്മുടെ പാലും അരിയെല്ലാം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. അത് മധുരം അവരവരുടെ ആവശ്യത്തിന് ചേർക്കാം. ഇവിടെ പൊന്നപ്പന് നല്ല മധുരം വേണം, അതുകൊണ്ട് ഞാൻ നന്നായിട്ട് തന്നെ പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് ഇളക്കാം. ഇനി ഇത് അടിക്ക് പിടിക്കാതെ നമ്മൾ നന്നായിട്ട് ഇളക്കണം. കാരണം പാലും പഞ്ചസാര എല്ലാം കൂടെ ചെന്നേ അടിക്കൊന്നും പിടിക്കാതെ നന്നായിട്ട് ഇളക്കിയെടുക്കണം. അപ്പോൾ വിഷുവിനൊരു മധുരമാവും. അപ്പം ഈ വീഡിയോ കാണുന്നതോടൊപ്പം തന്നെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. പിന്നെ അഭിപ്രായം കൂടെ ഒന്ന് പറഞ്ഞേക്കണേ. ഇതിലേക്കേ ഞാനൊരു ഏലക്ക പൊടിച്ചൊരു 2-3 ഏലക്ക പൊടിച്ചോടെ ഒന്ന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് നന്നായിട്ട് ഇളക്കിയിട്ടേ നമുക്കതിലേക്ക് ഒരു കുറച്ച് നെയ്യൂടെ അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇത് കുറച്ച് മതിയേ. എന്നിട്ട് നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. നീര് കുറച്ചുകൂടെ ഒന്ന് കുറുകാനുണ്ട്. ഇത് ഇച്ചിരി ലൂസാണ്. ഒന്നുകൂടെ ഒന്ന് കുറുകി കയറട്ടെ. ആ നെയ്യുടെ ഏലക്കയുടെ ഒക്കെ നല്ല മണമുണ്ട്. ഇതിലേക്ക് കണ്ട് നമ്മുടെ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയൊക്കെ വറുത്ത് കോരിയിട്ടുണ്ടായിരുന്നു. അതുകൂടെ അങ്ങ് ഇടും. അപ്പോൾ ഞാൻ ആ നെയ്യൂടെ അങ്ങ് ചേർക്കുക കേട്ടോ. ഇനി അത് ബാക്കി വെച്ചേക്കുന്നില്ല, അതുപോലെ അങ്ങ് ചേർക്കുകയാണ്. അപ്പോൾ നമ്മുടെ വിഷുദിനത്തിലെ പാൽപ്പായസം റെഡി ആയിട്ടുണ്ട്. അടിപൊളിയായിട്ടുണ്ട്. മധുരമൊക്കെ ആവശ്യം പോലെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ പായസം എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇതിന് നമുക്ക് ഒരു വാഴയിലയിലോട്ട് സെർവ് ചെയ്യാം. ഓഫ് ചെയ്യാം. അതിൻ്റെ മണ്ടയിൽ 2 തുളസിയിലയും കൂടെ ഇരുന്നോട്ടെ. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ പറയണം. എല്ലാവർക്കും പായസം വെക്കാനൊക്കെ അറിയാവുന്നതാണ്. ഞാൻ ഇന്ന് വിഷുദിനം ആയതുകൊണ്ട് ചെയ്തതാണ്. അപ്പോൾ ഈ വീഡിയോ കാണുന്നതോടൊപ്പം തന്നെ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യാൻ വേണം. അടുത്ത വീഡിയോയുമായി വരും വരെ ടാറ്റ.